ഹായ് ഫ്രണ്ട്സ്, BSc ഐഡിയാസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നബാർഡിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് നബാർഡാണ്. കേരള PSc എക്സാമിനും അതുപോലെ ബാങ്ക് ടെസ്റ്റിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നബാർഡ്. അപ്പോൾ നബാർഡിനെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യാം. എന്താണ് നബാർഡ് എന്ന് പറഞ്ഞാൽ? നബാർഡ് എന്ന് പറഞ്ഞാൽ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറഞ്ഞാൽ. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ ഫുൾ ഫോം. എന്താണ് നബാർഡ് എന്ന് പറഞ്ഞാൽ? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക്. എന്താണ്? ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ് രൂപീകൃതമായത് എന്നാണ്? 1982 ജൂലൈ 12 നബാർഡ് രൂപീകൃതമായത്. എന്നാണ്? 1982 ജൂലൈ 12. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയിലാണ് നബാർഡിന്റെ ആസ്ഥാനം. നബാർഡ് രൂപീകൃതമായത് 1982 ജൂലൈ 12. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് നബാർഡിന്റെ ആസ്ഥാനം. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ. ഏതാണ്? ബി ശിവരാമൻ കമ്മീഷൻ. നബാർഡിന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? നബാർഡിന്റെ പ്രഥമ ചെയർമാനാണ് എം രാമകൃഷ്ണ അയ്യ. ആരാണ്? എം രാമകൃഷ്ണ അയ്യ. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി ശിവരാമൻ കമ്മീഷൻ. അതുപോലെ നബാർഡിന്റെ പ്രഥമ ചെയർമാനാണ് എം രാമകൃഷ്ണ അയ്യ. നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണിത്. നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. കമന്റ് ബോക്സിലിടൂ. നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അതുപോലെ നബാർഡിന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? നബാർഡിന്റെ ചെയർമാനെ നിയമിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നബാർഡിന്റെ ചെയർമാനെ നിയമിക്കുന്നത്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. നബാർഡ് എന്താണ് അറിയപ്പെടുന്നത്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാർഡ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് CCC ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? നബാർഡ്. നബാർഡാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് നബാർഡ്. നബാർഡിന്റെ പ്രവർത്തന മൂലധനം എത്രയാണ്? നബാർഡിന്റെ പ്രവർത്തന മൂലധനം 100 കോടിയാണ്. 100 കോടിയാണ് നബാർഡിന്റെ പ്രവർത്തന മൂലധനം. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡ് ബേഡ് എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. എന്താണ്? ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ബേഡാണ് നബാർഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെ PSCക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. PSCക്ക് മാത്രമല്ല ബാങ്ക് ടെസ്റ്റിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നബാർഡ്. നബാർഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ബേഡ്, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം. കേരള PSC 2021 ചോദിച്ച ഒരു ചോദ്യമാണിത്. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നബാർഡാണ് കാർഷിക വികസനത്തിനും
ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. ഇത്രയും കാര്യങ്ങളാണ് നബാർഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നെക്സ്റ്റ് ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.